Praise the Lord. Praise the Lord. Hallelujah. 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 കഴിഞ്ഞ മാസം ബാംഗ്ലൂർ പോയപ്പോൾ നൈറ്റ് വിജിലിൻ്റെ പിറ്റേന്ന് സംഭവിച്ച ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് കേൾക്കാനിടയായി. ഈ നൈറ്റ് വിജിലിൽ ഹബക്കുക്ക് 1:5 പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ആ വചനം പറഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ട് ആ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ കൂടി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ബാംഗ്ലൂർ നഗരത്തിൽ വെച്ച് ഒരു സഹോദരിയുടെ വലിയ കാറ് ഒരു കൊച്ചിൻ്റെ കാലിൽ കയറി. ഭയങ്കരമായൊരു നിലവിളിയോടുകൂടി ഈ കൊച്ചവിടെ ഇരുന്നു. ആൾക്കാർ ഓടിക്കൂടി. ചേച്ചി പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഡ്രൈവർ കാറെടുത്ത് പോയി. കൊച്ചിന് ഭയങ്കരമായ നിലവിളിയാണ്. എല്ലാവരും കൂടി കൊച്ചിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ഈ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, കാലിലെ അസ്ഥി മുഴുവനും പൊടിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് സംഭവിക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോകുന്നു. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു ഈ വചനം. പ്രിയപ്പെട്ടവരെ, ആൾക്കാരെല്ലാം കൂടി കുറേ സമയം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, കൊച്ചിൻ്റെ കാലിൻ്റെ അസ്ഥി മുഴുവൻ പൊടിഞ്ഞിട്ടുണ്ട്, കേസാക്കാതെ ഒരു കാരണവശാലും ഞാൻ കൊച്ചിനെ ചികിത്സിക്കുകയില്ല. നമ്മൾ ചേച്ചിക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. ചേച്ചി അവിടെ ചാരി പെട്ടെന്ന് അങ്ങനെ ഇരുന്നു. അപ്പോഴും ഉള്ളിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി ഈ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ചേച്ചി ഡ്രൈവറെ തിരിച്ചു വിളിച്ചു. എടാ, കൊച്ചിനെ എക്സ്റേ എടുക്കാൻ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, കേസാക്കണം എന്നൊക്കെ ഇവർ പറയുന്നു. ഡ്രൈവർ വന്നു. ഡോക്ടർ പറഞ്ഞു, സാറേ കേസാക്കാം, അതിനു മുമ്പ് ഒരു എക്സ്റേ എടുത്തുകൂടെ, അതിനുശേഷം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇവരിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, എക്സ്റേ എടുത്ത് വന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പവും ആ കാലിലില്ല. കൊച്ച് അത്ഭുതകരമായി സൗഖ്യപ്പെട്ടുവെന്ന് ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. മക്കളുടെ കണ്ണുനീരിന് മുമ്പിലേക്ക് അതിവേഗം ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് ആ ദൈവത്തെ വിളിച്ച് പാടി ആരാധിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മൾ മുമ്പേ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആബാ ആബാ ദാദാ, ആ പാട്ടുകൾ പാടി നമുക്ക് വളരെ ശക്തിയോടെ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ബാബാ ബാബാ എന്റെ താരാ, നിന്റെ നാമം വാഴ്ത്തപ്പെടേണം, നിന്റെ രാജ്യം ഭൂവിൽ വരേണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം, അന്യർക്കും ദ്രോഹം ക്ഷമിച്ചതുപോൽ ഞങ്ങൾക്കും കടങ്ങളും ക്ഷമിച്ചിടണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം, അന്യർക്കും ദ്രോഹം ക്ഷമിച്ചതുപോൽ ഞങ്ങൾക്കും കടങ്ങളും ക്ഷമിച്ചിടണം. എന്റെ താരാ, നിന്റെ നാമം വാഴ്ത്തപ്പെടേണം,
സന്തോഷത്തോടെ കരമടിച്ചുകൊണ്ട് പാടാം. രണ്ട് സൈഡിലേക്ക് കരമടിച്ച് നീതിതൻ പാതയിൽ നീ എന്നും ഞങ്ങളെ നയിച്ചിടണം. നിന്തിരു സ്നേഹത്താലെന്നും ഞങ്ങളെ നിറച്ചിടണം. രാജ്യം ഈ ഭൂമി വളരും ദിനവും വളരേണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ക്ഷമിച്ചതുപോ ഞങ്ങൾ തൻ കടങ്ങളും ക്ഷമിച്ചിടണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ക്ഷമിച്ചതുപോ ഞങ്ങൾ തൻ കടങ്ങളും ക്ഷമിച്ചിടണം. ആബാ ആബാ എന്റെ താരാ നിന്റെ നാമം വാഴ്ത്തപ്പെടേണം. നിന്റെ രാജ്യം ഭൂമിയിൽ വരേണം. പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടാം. തിരമാല മരുഭു വഴിയടച്ചിടുമ്പോ വലതുകരം നീട്ടി അഭയം നൽകണം അഖിലേശ. വീടും നല്ലോ വഴിയും സത്യവും ജീവനുമാകുന്നവൻ. ആബാ ആബാ എന്റെ താരാ നിന്റെ നാമം വാഴ്ത്തപ്പെടേണം. നിന്റെ രാജ്യം ഭൂമിയിൽ വരേണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ക്ഷമിച്ചതുപോ ഞങ്ങൾ തൻ കടങ്ങളും ക്ഷമിച്ചിടണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ക്ഷമിച്ചതുപോ ഞങ്ങൾ തൻ കടങ്ങളും ക്ഷമിച്ചിടണം. ഹല്ലേലൂയ 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 സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ 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 ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിൽ
അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ തൃക്കൺ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സ്നേഹിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൻ്റെ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജാഗരണ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി സ്പർശിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് ഈ രാത്രിയിൽ നൽകുവാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, ഞങ്ങളിലേക്ക് ചൊരിയുവാൻ പോകുന്ന വലിയ സൗഖ്യത്തെ ഓർത്തുകൊണ്ട്, ഞങ്ങളുടെ മനസ്സിന് നൽകുവാൻ പോകുന്ന വലിയ സമാധാനത്തെ ഓർത്തുകൊണ്ട്, വിടുതലിൻ്റെ അനുഭവത്തെ ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ അന്ധകാരവും വിട്ടുപോകട്ടെ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുന്നാണ് ഏക കർത്താവെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുക. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു കടുത്ത നിരീശ്വരവാദിയുടെ മാനസാന്തര കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആന്ദ്രേ ഫ്രൊസാഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യൂറോപ്പിലെ പ്രമുഖരായ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, തത്വശാസ്ത്രജ്ഞൻ എന്നീ വ്യത്യസ്തമായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ആന്ദ്രേ ഫ്രൊസാഡ്. അദ്ദേഹം ദൈവത്തിൽ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ലൂയി ഫ്രൊസാഡ് ഫ്രാൻസിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു. ഫ്രാൻസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുവാൻ നേതൃത്വം നൽകിയത് ലൂയി ഫ്രൊസാഡ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും ആന്ദ്രേ ഫ്രൊസാഡിൻ്റെ അച്ഛനായിരുന്ന ലൂയി ഫ്രൊസാഡ് ആയിരുന്നു. ഒരു കുട്ടിയുടെ ജീവിതം, ചിന്തകൾ എപ്രകാരം അവൻ്റെ മാതാപിതാക്കൾ സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണ് ആന്ദ്രേ ഫ്രൊസാഡിൻ്റെ ജീവിതം. അവൻ്റെ അപ്പൻ കടുത്ത നിരീശ്വരവാദിയായിരുന്നു. അമ്മയാകട്ടെ പള്ളിയിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ദൈവവിശ്വാസമില്ലാത്ത ഒരു കുടുംബത്തിൽ വളർന്നു വന്ന അവൻ നിരീശ്വരവാദി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മക്കൾക്ക് നൽകുവാനായിട്ട് നമ്മൾ നിശ്ചയമായിട്ടും തയ്യാറാകണം. നമ്മൾ പൊന്നോ വെള്ളിയോ അല്ല നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. നേരെ മറിച്ച് പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ കയ്യിൽ പൊന്നില്ല വെള്ളിയില്ല, പക്ഷേ എനിക്ക് നൽകാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഓരോ അപ്പനും ഓരോ അമ്മയ്ക്കും അവരുടെ മക്കളെ നോക്കി പറയുവാൻ സാധിക്കണം, എനിക്ക്
സമ്പത്ത് തരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ യേശു ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും അവൻ്റെ കരങ്ങളിൽ, യേശുവിൻ്റെ കരങ്ങളിൽ, അവിടുത്തെ കരങ്ങളിൽ നിങ്ങളുടെ മക്കൾ സുരക്ഷിതരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ഒരു കുടുംബത്തിൽ, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ടും മക്കൾ ആ അരൂപിയിൽ വളർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്നാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നു. നിങ്ങളുടെ മക്കള് ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും ഈ രാത്രിയിൽ കർത്താവിൻ്റെ വാഗ്ദാനം ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവ്, സർവശക്തനായ ദൈവം നിങ്ങളുടെ മക്കളെ സമയത്തിൻ്റെ തികവിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോണിക്ക പുണ്യവതിയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നിൽക്കുന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരുപക്ഷെ സെയിൻറ്റ് അഗസ്റ്റിൻ ആകുകയില്ലായിരുന്നു മോണിക്കായുടെ കണ്ണുനീരില്ലായിരുന്നെങ്കിൽ. അഗസ്റ്റിനെ വിശുദ്ധനാക്കുവാൻ വേണ്ടി ഈ കണ്ണുനീര് ദൈവം അനുവദിച്ചതാണ്. അനേക വർഷങ്ങൾ തൻ്റെ മകന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അഗസ്റ്റിൻ ഇന്ന് വിശുദ്ധനായ അഗസ്റ്റിനായിട്ട് മാറിയത്. ഒരു അമ്മയുടെ കണ്ണുനീര്, ഒരു പിതാവിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീര് ഒരിക്കലും പാഴായി പോകുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നിർഭാഗ്യവശാൽ ആന്ദ്രേ ഫ്രസാഡിന് അങ്ങനെ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള മാതാപിതാക്കളെ ലഭിച്ചില്ല. അവന് ലഭിച്ചത് നിരീശ്വര ചിന്തകൾ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളായിരുന്നു. 13-ാം വയസ്സിൽ അവൻ വായിച്ചത് വോൾട്ടയറിൻ്റെയും റൂസോയുടെയും പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ വായിച്ച് അവൻ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു. കത്തോലിക്ക സഭയെ അവൻ വെറുത്തു. അങ്ങനെ പൂർണ്ണമായിട്ടും ലോകത്തിൻ്റെ വഴിയിൽ ജീവിക്കുകയായിരുന്നു ആൻഡ്രേ ഫ്രസാഡ്. ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിശ്ചിതമായ ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഏത് വഴിക്ക് നടന്നാലും, ഏതവസ്ഥയിലുള്ള വ്യക്തിയാണ് എങ്കിലും ദൈവത്തിന് നിങ്ങളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുവാൻ ഒരു നിമിഷം മതി. അതിനാവശ്യമായ ക്രമീകരണം ദൈവം ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനിങ്ങനെ നിരീശ്വരവാദിയായിട്ട് നടക്കുകയാണെങ്കിലും ഇവനെ കർത്താവ്, ദൈവം ഒരു നല്ല വിശ്വാസമുള്ള ചെറുപ്പക്കാരനുമായിട്ട് കൂട്ടുമുട്ടിച്ചു. വളരെ ദൈവഭക്തനായ ചെറുപ്പക്കാരൻ. അവനെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. അവൻ്റെ ചിന്തകൾ ഇവൻ ആൻഡ്രേ ഫ്രസാഡിനോട് പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ ഇവനതൊന്നും തലയിൽ കയറുകയില്ല. ഇവൻ്റെ തലയിൽ മുഴുവനും ആരുടെ ചിന്തകളാണ്? വോൾട്ടയറിൻ്റെയും റൂസോയുടെയും ചിന്തകളാണ്. ഇവൻ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് ആൻഡ്രേ ഫ്രസാഡിൻ്റെ ചിന്ത. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം രാത്രിയിൽ ഇവർ രണ്ടുപേരും ഒരു ഡിന്നറിന്, വിരുന്ന് സൽക്കാരത്തിന് പോവുകയാണ്. ഒരു പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അവൻ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആൻഡ്രേ ഫ്രസാഡ് പുറത്ത് കാത്തു നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ടും ഇവൻ പുറത്തു വരുന്നില്ല. അപ്പോൾ എന്താ ഇവൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ആൻഡ്രേ ഫ്രസാഡ് ഈ ചാപ്പലിൻ്റെ അകത്തേക്ക് ചെന്നു. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സക്രാരി കാണുന്നത്, ഒരു അരുളിക്ക കാണുന്നത്. ഈ അരുളിക്കയുടെ ഉള്ളിൽ ഒരു അപ്പം വെച്ചിരിക്കുന്നു. അവനിങ്ങനെ കൈ കെട്ടി ഈ അപ്പത്തെ ഇങ്ങനെ ഒരു നിമിഷം നോക്കി.
Praise the Lord. ഹല്ലേലൂയ. ആരാണ് ഈ അപ്പത്തിലുള്ളത്? ജീവിക്കുന്നവനായ കർത്താവ് ആ ജീവന്റെ അപ്പത്തിലുണ്ട്. ഇവൻ കഠിന നിരീശ്വരവാദിയാണ്. കത്തോലിക്ക സഭയെക്കുറിച്ച് ഇവൻ അറിഞ്ഞുകൂടാ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇവൻ അറിഞ്ഞുകൂടാ. എങ്കിലും ആ നോക്കിയ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ടല്ലോ, അവനെ നോക്കിയവർ പ്രകാശിതരായി. അവനെ നോക്കിയവർ വിശുദ്ധ കുർബാനയിലേക്ക് അവൻ നോക്കിയപ്പോൾ ആ നിമിഷം തന്നെ വലിയൊരു പ്രകാശരശ്മി ഇവന്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തെ പൂർണ്ണമായും മാറ്റുന്ന ഒരു നിമിഷമായിരുന്നു അത്. അവൻ ദൈവിക സ്നേഹത്താൽ നിറഞ്ഞു, പിതാവിന്റെ സ്നേഹത്താൽ നിറഞ്ഞു. അവൻ സ്വർഗത്തിന്റെ അനുഭവത്തിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉള്ളിലേക്ക് പൂർണ്ണ നിരീശ്വരവാദിയായി കടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ഈ ചാപ്പലിന് പുറത്തേക്ക് ഇറങ്ങിയത് ആഴമായ ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിന് ഒരു നിമിഷം മതി നിങ്ങളെ സ്പർശിക്കുവാനായിട്ട്. നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ വളരെ നിരാശനായിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് കരുതലുണ്ട്. ഒരു നിമിഷം മതി കർത്താവിന് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യുവാൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പുറത്തിറങ്ങി, അവൻ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു, കൂടുതൽ അവൻ പഠിക്കുവാൻ തുടങ്ങി. അതിലുപരി അവൻ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഒരു ദിവസം അവൻ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുവെന്ന്? അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിക്കുക അത് വളരെ കൂടുതലാണ്. ആൻഡ്രേ പ്രസാദ് കർത്താവിനെ അറിഞ്ഞ ശേഷം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. 6 മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. അവൻ ആഴമായ ദൈവാനുഭവം ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സമയം അവൻ ആത്മീയ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് ചെലവഴിച്ചു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ സമയം പാഴാക്കുന്നത്? ഇത്രയും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാനായി, വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായി, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുവാനായി നീ സമയം ചെലവഴിക്കുന്നത് ഇത് പാഴ്വേലയല്ലേ? അതാണ് സുഹൃത്തുക്കളുടെ ചിന്ത. അവൻ പറഞ്ഞു, ഒരു മത്സ്യം, വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം എപ്പോഴെങ്കിലും പരാതി പറയുന്നുണ്ടോ ഞാൻ കുടിക്കുന്ന വെള്ളം കൂടുതലാണ് എന്ന്? പരാതി പറയുമോ? വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം അതിനിഷ്ടമാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളമില്ല എങ്കിൽ ആ മത്സ്യം ചത്തുപോകും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ദൈവിക സാന്നിധ്യത്തിൽ ആകാതിരിക്കുന്നത് എനിക്കൊരിക്കലും സാധിക്കുകയില്ല. എനിക്ക് ജീവൻ വേണമെങ്കിൽ, ശക്തി വേണമെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി 30 വർഷങ്ങൾ ആഴമായ ആത്മീയ അനുഭവത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടിതാണ്, ഗോഡ് എക്സിസ്റ്റ്, ഐ ഹാവ് മെറ്റ് ഹിം. ദൈവം ഇന്നും ജീവിക്കുന്നു, ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവമില്ല, ദൈവം മരിച്ചു, ദൈവം ഒരു മിഥ്യയാണ് എന്ന് പറയുന്ന ആധുനിക ലോകത്തിന് ആൻഡ്രേ പ്രസാദ് നൽകിയൊരു മറുപടിയാണ്, ഗോഡ് എക്സിസ്റ്റ്. ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നവനാണ്. അത് ഞാൻ കേട്ടതല്ല, ഞാൻ നേരിട്ട് കണ്ടതാണ്. ഐ ഹാവ് മെറ്റ് ഹിം. ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ എഴുതിയ പുസ്തകമാണ്. ഇത് ലോകമെമ്പാടും അനേക കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഒരു ബെസ്റ്റ് സെല്ലറായി മാറി. ഈ പുസ്തകം വായിച്ചവരിൽ ഒരു വ്യക്തിയായിരുന്നു, ആരാണെന്നറിയാമോ? കാർഡിനൽ വോയ്റ്റീവ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പുസ്തകം വായിച്ചു.
ഈ പുസ്തകം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. ആൻഡ്രേ പ്രസാദിനെ വിളിച്ചു, അവർ തമ്മിൽ സംസാരിച്ചു. ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. അതിനുശേഷം ഇദ്ദേഹം അനേക പുസ്തകങ്ങൾ എഴുതി. മരണാനന്തര ജീവിതമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, സാത്താനുണ്ട്, ഇങ്ങനെയുള്ള സത്യങ്ങൾ, കത്തോലിക്ക സഭയുടെ സത്യങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുസ്തകങ്ങളാക്കി മാറ്റുക ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ആൻഡ്രേ പ്രസാദ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആൻഡ്രേ പ്രസാദ് കടുത്ത നിരീശ്വരവാദി. എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? ദിവ്യകാരുണ്യ സാന്നിധ്യമാണ് അവനെ മാനസാന്തരപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ധന്യത ദിവ്യകാരുണ്യം നമ്മുടെ പള്ളികളിലുണ്ട് എന്നുള്ളതാണ്, നമ്മുടെ ദേവാലയങ്ങളിലുണ്ട് എന്നുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച ഒരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ദേവാലയങ്ങളിൽ സത്യമായും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തോടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് ഈസ് ദേർ. സക്രാരിയിൽ യേശുവുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം മുഴുവനും യേശു ജീവന്റെ അപ്പത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനാണ് ജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ പാനം ചെയ്യുന്നവൻ നിത്യമായും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഒരു ഗോതമ്പ് അപ്പത്തിന്റെ മുമ്പിലല്ല നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത്. ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ സ്പർശനം അനുഭവിച്ചറിയുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞപ്പോൾ പലരും സംശയിച്ചു. അതിലൊരാള് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യൂദാസ് ആയിരുന്നു. യൂദാസ് 2 പ്രാവശ്യം ഈശോയെ ഒറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, 2 പ്രാവശ്യം ഈശോയെ ഒറ്റിക്കൊടുത്തു. ശരിക്കുള്ള ഒറ്റിക്കൊടുക്കൽ നടക്കുന്നതിന് മുമ്പ് അവൻ യേശുവിൻ്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ തള്ളിപ്പറഞ്ഞ മനസ്സിൽ സംശയിച്ചു. ഇത് വെറും മിഥ്യയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയും, അധികം താമസിയാതെ ക്രിസ്തുവിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വലിയൊരു ദൈവിക രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ജീവിക്കുന്നവനായ കർത്താവ് നിങ്ങളെ സ്പർശിക്കും. അത് മാത്രവുമല്ല, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ജാഗരണ പ്രാർത്ഥന മാസത്തിൽ 1 മാത്രമേ ഉള്ളൂ, ആദ്യ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ദേവാലയങ്ങളിൽ നിങ്ങൾ പോയിരിക്കണം, കർത്താവിൻ്റെ മുമ്പിൽ പോയിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ വേദനകളൊക്കെ കർത്താവിനോട് പറയണം, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ ചൊരിയണം. പല വിചാരമൊക്കെ ഉണ്ടാകാം, പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, പക്ഷേ കർത്താവ് അതൊന്നും ശ്രദ്ധിക്കുകയില്ല. നിങ്ങളുടെ സമയം ജീവിക്കുന്നവനായ കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ കർത്താവ് നിങ്ങളിൽ വളരെയധികം പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പുറത്തിറങ്ങുന്നത് വലിയ സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും, വലിയ ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും, മനസ്സിൽ വലിയ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം. അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന, വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിലനിർത്തുവാൻ വളരെ അത്യാവശ്യമാണ് എന്ന് ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ്രേ പ്രസാദ് മാനസാന്തരപ്പെട്ടുവെങ്കിൽ കഠിനമായ നിരീശ്വരവാദി, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഫോർമേഷനവും പരിശീലനവും അറിവും ലഭിക്കാത്ത ഒരു വ്യക്തി കർത്താവിനെ, ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഇടയായി എങ്കിൽ ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ കാത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തീർച്ചയായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം.
ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തുക. കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ ജാഗരണ പ്രാർത്ഥനയുടെ പ്രത്യേകത ജീവിക്കുന്നവനായ ദിവ്യകാരുണ്യ യേശുവിൻ്റെ സന്നദ്ധിയിലാണ് ഈ പ്രാർത്ഥന നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ജീവിക്കുന്നവനായ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പക്കലേക്ക് നമ്മുടെ വേദനകളെ ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ അറിയുകയും മനസ്സിലാക്കുകയും നമ്മുടെ വേദനകളിൽ നമ്മളോടൊപ്പം കരയുകയും ചെയ്യുന്നവനാണ് കർത്താവ്. ലാസറിൻ്റെ സഹോദരിമാരോടൊപ്പം കർത്താവ് കരഞ്ഞുവെങ്കിൽ അത്രമാത്രം ഹൃദയ ആർദ്രതയുള്ള, ഹൃദയത്തിൽ അത്രമാത്രം അനുകമ്പയുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവളെ നീ ആയിരിക്കുന്നത്. നിൻ്റെ വേദന കർത്താവ് കാണുന്നുണ്ട്. ആ കർത്താവിൻ്റെ പക്കലേക്ക് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകത്തിന് നൽകുവാൻ സാധിക്കാത്ത ലൗകികമായിട്ടുള്ള ആ വലിയ സമാധാനം എനിക്ക് നൽകണമേ. അവിടുന്ന് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്ന്. കർത്താവെ, എൻ്റെ ഹൃദയം അങ്ങയുടെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അങ്ങയുടെ ആനന്ദത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ അടുത്തേക്ക് കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളെക്കുറിച്ച് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ. വഴിതെറ്റി ജീവിക്കുന്ന മക്കളെക്കുറിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാവരെയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ. സഭയ്ക്കും സമൂഹത്തിനും രാജ്യത്തിനും അഭിമാനമുള്ളവരായി അവരെ രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിക്കുന്നവനായ ദൈവമേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തണമേ. പ്രകാശമായി വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്നു അങ്ങയുടെ മക്കളിലേക്ക് അവിടുന്ന് വന്ന് നിറയണമേ. അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ, ആനന്ദത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പിതാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ, അഭിഷേകം നൽകാം. നാഥാ വരേണമേ, വിടുതൽ നൽകിടാം. നാഥാ വരേണമേ, അഭിഷേകം നൽകാം. നാഥാ വരേണമേ, വിടുതൽ അഭിഷേകം നൽകാം. നാഥാ വരേണമേ, വിടുതൽ നൽകിടാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. വലത് കരത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായിരിക്കും.